ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അപ്പം ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ മുന്നണിയിൽപ്പെട്ട ഒരു MLA ആണ് ഇതുപോലെ ആരോപണം എഴുതി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭരണകക്ഷിയിൽ ആർക്കെങ്കിലും എതിരെ ഞാനത് കീറി കൊട്ടയിലിടുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കാൻ നിങ്ങളുടെ ഒരു MLAയെ ചുമതലപ്പെടുത്തി. മുഖ്യമന്ത്രി അറിയാതെ ഒരു ആരോപണം ഒരു MLAക്ക് ഉന്നയിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവിനെതിരായി. അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ അതോ നിങ്ങളുടെ ഗതികേട് ഓർത്ത് ഞാൻ കരയണോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. ഇപ്പം അൻവറിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിൻ്റെയും ഗൂഢാലോചനയാണ് അന്ന് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഒരു കെട്ടിച്ചമച്ച ഒരു ആരോപണം ഉണ്ടാക്കിയത്. അത് വിജിലൻസ് തന്നെ അന്വേഷണം നടത്തി അടിസ്ഥാനരഹിതമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അത് തള്ളുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് CPM-നും മുഖ്യമന്ത്രിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരായ ആരോപണം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആരോപണമാണ്. ഇപ്പോൾ ഞാനും തന്നെ അന്ന് പറഞ്ഞു. പിന്നെ അൻവർ വേറൊരു വെളിപ്പെടുത്തൽ നടത്തി. അൻവറിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് CPM-ലെ ഉന്നത നേതാക്കളാണ്. അത് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷമല്ലേ അല്ലേ? ഞാൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, മന്ത്രിമാരടക്കമുള്ള CPM-ന്റെ ഉന്നത നേതാക്കന്മാർ അൻവറിൻ്റെ പുറകിലുണ്ട്. അവരുടെ പിന്തുണയോടുകൂടിയാണ് പാർട്ടിയിൽ പിണറായി വിജയനെ എതിർക്കാൻ ശക്തിയില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി കരുവാക്കി നിർത്തി പിണറായി വിജയനെതിരായും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെതിരായും ആരോപണം ഉന്നയിക്കുകയായിരുന്നു എന്ന് ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറഞ്ഞു. നിങ്ങളെടുത്ത് നോക്കിയോ, പറവൂരിൽ നടത്തിയ എൻ്റെ നിയോജകമണ്ഡലത്തിൽ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അൻവർ ഇന്ന് ആ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ്. അൻവറിൻ്റെ ഇന്നത്തെ 2 വെളിപ്പെടുത്തലും പ്രതിപക്ഷം മുൻകൂട്ടി പറഞ്ഞാണ്. ഒന്ന്, എനിക്കെതിരായ ആരോപണം, കെട്ടിച്ചമച്ച ആരോപണം മുഖ്യമന്ത്രിയും ഉപജാപക സംഘം കൂടി ഉണ്ടാക്കിയതാണ്. 2, അവർക്കെതിരായ അൻവറിൻ്റെ ആരോപണം വന്നപ്പോൾ അതിൻ്റെ പുറകിൽ മന്ത്രിമാരടക്കമുള്ള CPM-ലെ പാർട്ടി നേതാക്കന്മാരുണ്ട്. CPM-ൽ ഒളിഞ്ഞിരിക്കുന്ന വിഭാഗീയതയുടെ ഏറ്റവും വലിയ ബഹിസ്ഫുരണമായിരുന്നു സത്യത്തിൽ അൻവറിനെ കണ്ടത്. പക്ഷെ പിണറായി വിജയൻ ഒന്ന് കടുപ്പിച്ചപ്പോൾ ഇവരെല്ലാം അൻവറിനെ വഴിയിലാക്കി ഓടി ഷെഡിൽ കയറി. അതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം. ഈ 2 കാര്യങ്ങളും പ്രതിപക്ഷം പറഞ്ഞത് അടിവരയിടുന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു MLA വിളിച്ച് പറയൂ. അപ്പം UDF-ലെ ഒരു MLA ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഞാൻ അറിയാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ അനുമതി വേണം. അത് അദ്ദേഹം അവരുടെ നേതാവാണ്, പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു MLA മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരോപണം. അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനും അതിൽ പങ്കുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വരുമ്പോൾ ഒരെണ്ണം പ്രതിപക്ഷ നേതാവിനെതിരെ കിടന്നോട്ടെ. എന്താണെന്ന് ആരോപണം ഒന്നും ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അതായത് കേരയിൽ വന്നാൽ 2050 ആകുമ്പോഴേക്കും ഹൈദരാബാദ്, ഇവിടെ IT കമ്പനികൾ കൊണ്ട് നിറയും കേരളം. അപ്പോൾ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനികൾ 2050 ആകുമ്പോൾ പൂട്ടിപ്പോവും. അപ്പോൾ അവരത് പൂട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി 30 കൊല്ലം മുമ്പ്, അതായത് 2021 കേരളിനെ അട്ടിമറിക്കാൻ അന്ന് വേറെ MLA ആയിരുന്ന എന്നെ സ്വാധീനിച്ചു. KC വേണുഗോപാൽ വഴി എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു 150 കോടി രൂപ വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുത്തയച്ച് അതിവിടെ ഇറക്കിയിട്ട് ഞാൻ ആർക്കും കൊടുക്കാതെ ഞാൻ തിരിച്ചു കൊടുത്ത് ബാംഗ്ലൂരിലേക്ക് കൊടുത്തു വിട്ടു. ഞാൻ ചോദിച്ചത് കൊണ്ടുവന്ന വഴി പറഞ്ഞു, തിരിച്ചു കൊണ്ടുപോയ വഴി ഏതാണെന്ന് പറഞ്ഞില്ല. ഏത് വണ്ടിയിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല എന്ന് മാത്രം എനിക്ക് സംശയമുള്ളൂ. അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ആരോപണം. 2050 അവിടുത്തെ കമ്പനിയൊക്കെ പൂട്ടിപ്പോകുന്നുള്ളതുകൊണ്ട് 2021 ഈ കേരളയിൽ വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും വലിയ MLA ഞാനല്ലേ. കഴിഞ്ഞ എന്നെ സ്വാധീനിച്ച് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ആരോപണമല്ല, MLA ആയിരിക്കുമ്പോഴാണ്. MLAക്ക് ഒരു 150 കോടി മറ്റേ മീൻ വണ്ടിയിൽ കൊടുത്ത് ചാവക്കാട് വന്നു. ചാവക്കാട് ഞാൻ ഒരു ആംബുലൻസിലേക്ക് മാറ്റി. പിന്നെ അത് തിരിച്ച് ആർക്കും കൊടുക്കാതെ, ഞാൻ ആർക്കും കൊടുക്കില്ല പൈസ കിട്ടിയ ആദ്യം ഞാൻ തിരിച്ച്
കൊണ്ടുപോയി. അപ്പം ഞാൻ ചോദിച്ചാൽ തിരിച്ചു കൊണ്ടുപോയ വണ്ടി ഏതാണെന്നും കൂടി പറയണമെന്ന് പറഞ്ഞു. ഇതായിരുന്നു ആരോപണം. ഇതൊക്കെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതുപോലത്തെ ഒരു ആരോപണം കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായി ഉന്നയിക്കാൻ നിർദ്ദേശം കൊടുത്തത് എന്ന് പറഞ്ഞത് എന്ത് നാണക്കേടാണ്. ആർക്കാണ് നാണക്കേട്? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് നിയമസഭയിൽ ചോദിച്ചു.